മക്കയുടെ നിശബ്ദതയിൽ മലകൾ ചരിത്രത്തിന്റെ സാക്ഷികളായി നിൽക്കുമ്പോൾ ഈമാൻ ശ്വാസമായി ഒഴുകിയ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവളുടെ പേര് ആയിഷ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ. സത്യം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ മകളായി. അവൾ വിശ്വാസം പുസ്തകങ്ങളിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്നാണ് പഠിച്ചത്. ബാല്യത്തിലെ അവളുടെ വാക്കുകൾക്ക് വേഗവും ഓർമ്മയ്ക്ക് തീക്ഷ്ണതയും ചിന്തയ്ക്ക് ഭയമില്ലായ്മയും ഉണ്ടായിരുന്നു. അവൾ കേട്ടു, ഓർത്തു, ചോദിച്ചു, ലോകത്തെ മനസ്സിലാക്കാനുള്ള അതിരില്ലാത്ത ആകാംക്ഷയോടെ. കാലം അവളെ മദീനയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവളുടെ ജീവിതം ഒരു സാധാരണ വഴിയിലൂടെ ഒഴുകിയില്ല. അവൾ വിവാഹിതയായി ലോകങ്ങൾക്ക് കരുണയായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സ്വർണവാതിലുകളോ സമ്പന്നതയോ ഇല്ലായിരുന്നു അവളുടെ വീട്ടിൽ. ചെറുതായൊരു മുറി, ചിലപ്പോൾ തീക്കത്താത്ത അടുപ്പ്, ലളിതമായ ഭക്ഷണം. പക്ഷേ ആ വീട്ടിൽ ആകാശം ഭൂമിയോട് സംസാരിച്ചു. ഖുർആൻ അവിടെ ഇറങ്ങി. ഇസ്ലാം അവിടെ ജീവിച്ചു. അവൾ കണ്ടത് ഒരു പ്രവാചകനെ മാത്രമല്ല, സ്നേഹമുള്ള ഭർത്താവിനെയും മനുഷ്യരുടെ വേദന മനസ്സിലാക്കുന്ന ഒരു ഹൃദയത്തെയുമായിരുന്നു. അവന്റെ വാക്കുകളും നിശബ്ദതയും അവൾ മനസ്സിലാക്കി. അവളുടെ ചോദ്യങ്ങൾക്കും ചിരിക്കും അവൻ വില കൊടുത്തു. എന്നാൽ പ്രകാശമുള്ള ജീവിതങ്ങൾക്കും പരീക്ഷണങ്ങളുണ്ട്. ഒരു യാത്രയ്ക്കിടയിൽ ഒരു നിമിഷം നുണകൾ സത്യം പോലെ പടർന്നു. മദീനയുടെ വായു പോലും അവളെ ഭാരപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. കുറ്റബോധത്തിലല്ല, നിസ്സഹായതയിൽ. അവൾ മൗനം പാലിച്ചു. കാരണം അവളുടെ ആശ്രയം മനുഷ്യരുടെ വാക്കുകളിലല്ല, അല്ലാഹുവിലായിരുന്നു. ദിവസങ്ങൾ നീണ്ടു. ഹൃദയം കാത്തുനിന്നു. ഒടുവിൽ ആകാശം തന്നെ സംസാരിച്ചു. സൂറത്തുൻ നൂറിലെ വചനങ്ങൾ അവളുടെ നിർദോഷിത്വം പ്രഖ്യാപിച്ചു. നുണകൾ മണ്ണിലായി. അവളുടെ കണ്ണീർ തലമുറകൾക്കുള്ള പാഠമായി മാറി. സത്യം വൈകിയാലും തോൽക്കില്ലെന്ന്. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. ഒരു നാൾ ലോകം ശ്വാസം പിടിച്ചു നിന്ന ഒരു രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ മുറിയിൽ അവളുടെ നെഞ്ചിൽ തലചായ്ച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ നിമിഷം മദീന നിശബ്ദമായി. അവൾ വിധവയായി. പക്ഷേ തകർന്നില്ല. ദുഃഖം അവളെ മൗനത്തിലേക്ക് കൊണ്ടുപോയില്ല. അതവളെ ഉത്തരവാദിത്തത്തിലേക്ക് നയിച്ചു. അവൾ എഴുന്നേറ്റു. തിരശ്ശീലക്ക് പിന്നിൽ നിന്ന് ഒരു ഉമ്മത്തിന്റെ അധ്യാപികയായി. അവളുടെ വീട്ടിലേക്ക് ആളുകളെത്തി. സ്വഹാബിമാർ ചോദിച്ചു, പണ്ഡിതർ പഠിച്ചു, വിദ്യാർത്ഥികൾ ഓർത്തെടുത്തു. അവളുടെ ശബ്ദത്തിലൂടെ ഖുർആൻ വിശദമായി, ഹദീസ് സൂക്ഷ്മമായി, ഫിഖ്ഹ് വ്യക്തമായി ഉമ്മത്തിലേക്കൊഴുകി. അവൾ തെറ്റുകൾ തിരുത്തി ധൈര്യത്തോടെ അഭിപ്രായപ്പെട്ടു. അറിവിനെ അമാനത്തായി കാത്തു. അവൾ തെളിയിച്ചു, ജ്ഞാനത്തിന് ലിംഗമില്ല, സത്യത്തിന് മൗനം വേണ്ട. വർഷങ്ങൾ കടന്നു. മദീന മാറി, തലമുറകൾ മാറി. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വെളിച്ചം അണഞ്ഞില്ല. 678 ക്രിസ്തുവർഷം ഒരു ദിവസം അവൾ തന്റെ റബ്ബിലേക്ക് മടങ്ങി. ജന്നത്തുൽ ബഖയിലെ നിശബ്ദമായ മണ്ണിനിടയിൽ ഒരു സ്ത്രീ മാത്രമല്ല, ഒരു കാലഘട്ടം വിശ്രമിച്ചു. പക്ഷേ അവൾ അവസാനിച്ചില്ല. ഓരോ ഹദീസിലും, ഓരോ അറിവന്വേഷിക്കുന്ന ഹൃദയത്തിലും, സത്യം തിരഞ്ഞെടുക്കുന്ന ഓരോ നിമിഷത്തിലും അവൾ ഇന്നും ജീവിക്കുന്നു. അവൾ വെറുമൊരു ചരിത്രകഥയല്ല, വിശ്വാസം എഴുതിയ, പരീക്ഷ ശുദ്ധീകരിച്ച, പ്രകാശം തന്നെ മുദ്രയിട്ട ഒരു ജീവിതമാണ്.